ഇപ്പൊ KSRTC ആണ് മെയിൻ. ഇലക്ഷന് ശേഷം ഇങ്ങോട്ട് മൊത്തം KSRTC മെയിൻ ആണ്. കഴിഞ്ഞ ദിവസം ഒരാൾ ചില്ല് തല്ലി പൊളിക്കുന്നു. അതവർക്ക് പേഴ്സണലി സംഭവിച്ച ഒരു അബദ്ധമാണ്. അവരതിന് സോറി പറഞ്ഞു ഫൈൻ അടച്ചാൽ നമുക്ക് മനസ്സിലാക്കാം. ഇതിനെ നമ്മൾ എന്തുകൊണ്ടാണ് മനസ്സിലാക്കുക? കേട്ടോ നോക്കിയേ. മര്യാദ മുഖ്യമന്ത്രി തന്ന വാഗ്ദാനമാണോ ഇത്? UDF അവരുടെ പ്രകടന പത്രികയിൽ പറഞ്ഞതല്ലേ. ഇവിടെ മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞ പോലും ചെയ്തിട്ടില്ല, മന്ത്രിസഭ രൂപീകരിച്ചിട്ടില്ല, സർക്കാർ നിലവിൽ വന്നിട്ടില്ല. അതിനു മുമ്പ് പ്രകടന പത്രികയും പൊക്കിപ്പിടിച്ചുകൊണ്ട് നമ്മുടെ സഹോദരിമാര് സമരം ചെയ്യാൻ ഇറങ്ങി. എന്താ കഴിക്കുന്നതെന്ന് ചോദിക്കേണ്ടി വരും. അതെന്തോ ആയിക്കോട്ടെ. എനിക്ക് ഈ ബസ്സിൽ ജോലി ചെയ്യുന്ന കണ്ടക്ടർമാരോടും ഡ്രൈവറിനോടും ഒക്കെ പറയാനുള്ളത്, നിങ്ങൾക്കറിയാമല്ലോ 1988 മോട്ടോർ വെഹിക്കിൾ ആക്ട് പ്രകാരം സെക്ഷൻ 124 നോ പാസഞ്ചർ ഷാൾ ട്രാവൽ വിത്തൗട്ട് വാലിഡ് ടിക്കറ്റ് ഓർ പാസ്. വാലിഡ് ടിക്കറ്റോ പാസോ ഇല്ലാതെ യാത്ര ചെയ്യാൻ പാടില്ല. അങ്ങനെ ടിക്കറ്റ് എടുക്കാൻ പറഞ്ഞിട്ടും ടിക്കറ്റ് എടുത്തില്ലെങ്കിൽ എന്താണ് 178 പ്രകാരം അവരിൽ നിന്ന് ഫൈൻ ഈടാക്കാം. നിങ്ങൾക്ക് സ്ക്വാഡിനെ മുകളിലോട്ട് വിവരം അറിയിക്കാം, അല്ലെങ്കിൽ പോലീസിന്റെ സഹായം ചെയ്യാം. നിങ്ങളുടെ ജോലി തടസ്സപ്പെടുത്തുകയോ തള്ളിക്കയറ്റമോ നിങ്ങളെ ഫിസിക്കലായിട്ട് ഉപദ്രവിക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ BNS ഭാരതീയ ന്യായ സംഹിത പ്രകാരം അത് ക്രിമിനൽ ആക്ടിവിറ്റിയാണ്. നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്തിട്ട് അത് ക്രിമിനൽ കേസ് എടുക്കാൻ പറ്റും. നിങ്ങൾ വെറുതെ ഇവരോട് ന്യായീകരിച്ച് നിന്നിട്ട് യാതൊരു കാര്യവുമില്ല. അതുകൊണ്ട് നിങ്ങളുടെ ഡ്യൂട്ടി ചെയ്യുക. ഈ നിയമപ്രകാരം നിങ്ങൾ അത് റിപ്പോർട്ട് ചെയ്യുക. ഇത്തരത്തിലുള്ള സമരമുറകൾ കേരളം ഇനിയും പ്രതീക്ഷിക്കുന്നു.